വിഷജന്തുക്കളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പാമ്പ് കടിയേറ്റ ചെറിയ കുട്ടികളുടെ മരണങ്ങൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ നഫ്സ്, അയാളുടെ ജീവൻ, അത് സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദീന് കഴിഞ്ഞാൽ നഫ്സ് സംരക്ഷിക്കപ്പെടണം. ഒരാളുടെ ജീവൻ അതിനു പരിക്കുപറ്റാതെ, അത് കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ ആരാകട്ടെ, അവരുടെ ജീവന് പരിക്കുപറ്റുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഭൗതികമായി ആ വിഷയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുമായി ബന്ധപ്പെട്ട ആളുകൾ അത്തരം നിർദ്ദേശങ്ങൾ നമുക്ക് കൈമാറുന്നുണ്ട്. നമ്മുടെ വീടും പരിസരവുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ആരുടെയെങ്കിലും ഒരു നിർദ്ദേശത്തിൻ്റെ ആവശ്യമില്ല ഒരു മുസ്ലിമിന്. ഇസ്ലാം ഫിത്രത്താണ്, ശുദ്ധപ്രകൃതിയാണ്. വൃത്തി എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ പ്രത്യേകതയാണ്. അവൻ്റെ വസ്ത്രം, അവൻ്റെ ശരീരം, അവൻ കിടക്കുന്ന അവൻ്റെ ബെഡ്, അവൻ്റെ റൂം, അവൻ്റെ വീട്, ഇതെല്ലാം, അവൻ്റെ പരിസരം, ഇതെല്ലാം വൃത്തിയിൽ അവൻ കൊണ്ടു നടക്കും. അതുകൊണ്ട് തന്നെ ഭൗതികമായി ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച ചില മുൻകരുതലുകളുണ്ട്, ചില പ്രാർത്ഥനകളുണ്ട്. അത് നമ്മൾ പഠിക്കണം. അതൊരു ഖുതുബയിൽ കേട്ടുപോയത് കൊണ്ട് കാര്യമില്ല, ശ്രോതാക്കളായിരുന്നത് കൊണ്ട് കാര്യമില്ല. അത് പഠിച്ച് അമലാക്കണം. അഹ്ലുൽ ബിദ്അന്റെ പ്രത്യേകത, അവർ കേൾവിക്കാരാണ്. അവരുടെ പ്രസംഗങ്ങളും അങ്ങനെയാണ്, കേട്ടിരിക്കാൻ നല്ല ഇമ്പമായിരിക്കും. അഹ്ലുസുന്ന കുറേ കേൾവിക്കപ്പുറത്ത് കേട്ട കാര്യങ്ങൾ അമലാക്കുന്നവരാണ്. ഒരു ഖുതുബ കേട്ടാൽ അതിൽ ഇന്ന കാര്യങ്ങൾ പഠിച്ചു, അതെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്നൊരു പ്രാർത്ഥന ഈ ഖുതുബയിൽ ഞാൻ മനസ്സിലാക്കി, ഞാനത് എഴുതിയെടുത്തു, ഞാനത് പഠിച്ചു, ഞാനത് പ്രാവർത്തികമാക്കി. അപ്പോഴാണ് ബിദ്അത്തിന്റെ ആളുകളും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ടാവുക. നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നിർദ്ദേശങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇദാ ജാഅ അഹദുകും ഫിറാശഹു ഫൽയൻഫുളുഹു ബിസനിഫതി സൗബിഹി സലാസ മർറാത്തിൻ. ഒരാൾ അവൻ്റെ വിരിപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 3 തവണ വിരിപ്പ് കുടയണം. കിടക്കുന്ന സ്ഥലം നേരെ ചെന്ന് കിടക്കലല്ല, ആ വിരിപ്പ് കുടയണം, പുതപ്പ് കുടയണം. മറ്റൊരു റിവായത്തിൽ വന്നു ഫഇന്നഹു ലാ യദ്രി മാ ഖൽഫഹു അലൈഹി. അവൻ അവിടെ നിന്ന് പോയതിന് ശേഷം എന്താണ് അവിടെ വന്നു ചേർന്നത് എന്ന് അവൻ അറിയില്ല. ഉറങ്ങി എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ വല്ല ജീവികളും അവിടെ വന്ന് കിടക്കുന്നുണ്ടോ, വല്ല അപകടങ്ങളും ഉണ്ടോ, അതവൻ അറിയില്ല. അതുകൊണ്ട് വിരിപ്പിലേക്ക് എത്തിയാൽ അവർ വിരിപ്പ് കുടയണം. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുടെ സ്ഥലം, അവർക്കറിയില്ല. ഒന്നും അറിയാത്ത ആ ചെറിയ മക്കൾ, അവൻ അപകടത്തിലേക്ക് നമ്മൾ വിടരുത്. അവർ കിടക്കുന്ന ഇടം അത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ കിടക്കുന്ന ഇടം അവിടെ അപകടങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് ഭൗതികമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസല മൻസിലൻ, ഒരാൾ ഒരു സ്ഥലത്ത് ചെന്നു, സുമ്മ ഖാൽ, എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ലം യദുർറുഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക്. അവിടെ നിന്ന് അവൻ തിരിച്ചു വരുന്നതുവരെ ഒരു ദൊർറും അവനെ ബാധിക്കില്ല. ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് ഈ ദിക്ർ നിർവഹിച്ചാൽ അവിടെ നിന്ന് തിരിച്ചു വരുന്നതുവരെ അവനൊരു ദൊർറില്ല, അവനൊരു പ്രയാസമില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നൊരു സംഭവം,
ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നു. ഫഖാൽ, ആ മനുഷ്യൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ലഖീതു മിൻ അഖറബിൻ ലദഗത്നി അൽ ബാരിഹ, ഇന്നലെ തേള് കടിച്ചു, ഇന്നലെ രാത്രി എന്നെ തേള് കടിച്ചു, നല്ല പ്രയാസം, ആ തേള് കടിയേറ്റ് അതിന്റെ വേദന, അതിന്റെ പ്രയാസം ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു, അമ്മാ ലൗ ഖുൽത ഹീന അംസൈത അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഇന്നലെ പ്രദോഷത്തിൽ, ഇന്നലെ വൈകുന്നേരം നിനക്കത് പറഞ്ഞുകൂടായിരുന്നോ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നതെന്തേ നീ വൈകുന്നേരം പറയാൻ മറന്നുപോയി? അത് പറയുകയായിരുന്നുവെങ്കിൽ നിനക്ക് ആ പ്രയാസം ബാധിക്കുകയില്ലല്ലോ. അപ്പൊ നമ്മൾ പതിവാക്കേണ്ട, നമ്മുടെ ശീലമാക്കേണ്ട ദിക്റുകളാണിത്. ഒരു പ്രദേശത്ത് ചെന്നിറങ്ങിയാൽ, മഹാനായ ഇമാം ഖുർത്തുബി ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഖബറുൻ സ്വഹീഹ് വഖൗലുൻ സാദിഖ്, ഇത് സത്യസന്ധമായ വാക്കാണ്, ഇത് സ്ഥിരപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് ഞാൻ കേട്ടത് മുതൽ, അഥവാ ഈ ഹദീസ് ഞാൻ മനസ്സിലാക്കിയത് മുതൽ ഞാൻ ഇത് അമലാക്കാതിരുന്നിട്ടില്ല. ഒരു ദിവസത്തിലാണ് ഞാനത് മറന്നത്, അന്ന് എനിക്കൊരു ലൊറു ബാധിച്ചു. എന്ന് ഈ ദിക്റ് മറന്നോ അന്ന് എനിക്ക് ലൊറു ബാധിച്ചു. അതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ലൊറുണ്ടായിട്ടില്ല, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. മഹാനായ അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തന്റെ മകനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലയുടെ മകൻ, ഹിജ്റയുടെ 105 വഫാത്തായ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. സ്വഹാബത്ത്, അതുപോലെ തന്നെ താബിഈകൾ, അവരെല്ലാം ഇരിക്കുന്ന ഒരു വിജ്ഞാന സദസ്സിൽ അദ്ദേഹം ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സമിഅതു റസൂൽ ഉസ്മാൻ യഖൂൽ, എൻ്റെ ഉപ്പ ഉസ്മാൻ റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എൻ്റെ ഉപ്പ പറഞ്ഞു, എന്നോടിത് പറഞ്ഞത് അല്ലാഹുവിൻ്റെ റസൂല് നേരിട്ടാണ്, ഇടയിൽ ഒരാളില്ലാതെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഞാൻ കേട്ടു. എന്താണ് ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞത്? മൻ ഖാൽ, ആരെങ്കിലും പറഞ്ഞാൽ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം, ബിസ്മില്ലാഹ് അല്ലദീ, ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം സലാസ മർറാത്തിൻ, 3 തവണ ഒരാൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ലം യുസിബുഹു ഫജ്അതു ബലാഇൻ ഹത്താ യുസ്ബിഹ്, പ്രഭാതം വരെ ഒരു പരീക്ഷണവും അവനുണ്ടാവില്ല. വൈകുന്നേരം ഇത് പറഞ്ഞാൽ പ്രഭാതം വരെ അവന് പരീക്ഷണമില്ല, ഒരു പ്രയാസവുമില്ല. പ്രഭാതത്തിൽ ഇത് 3 തവണ പറഞ്ഞാലോ വൈകുന്നേരം വരെ അവനൊരു പ്രയാസവും ഒരു ലൊറും അവനെ ബാധിക്കുകയില്ല. ഫഅസാബ അബാൻ ഇബ്നു ഉസ്മാൻ അൽ ഫാലിജ്, അബാൻ ഇബ്നു ഉസ്മാൻ പക്ഷാഘാതം ബാധിച്ച ഒരു ഭാഗം തളർന്നുപോയ വ്യക്തിയാണ്. ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഭാഗം തളർന്നു പോയിട്ടുണ്ട്, കൈ നല്ല രൂപത്തിൽ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായി ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും, ഈ പ്രാർത്ഥനയ്ക്ക് ഇത്ര പവർ ഉണ്ടെങ്കിൽ ഇപ്പോഴങ്ങനെയാണ്, എന്നാ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പോരെ എന്നാണ്. എന്നാ പിന്നെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പോരെ? ഈമാനിനെ ചികിത്സിക്കണം ആദ്യം, ഈമാനിനെ ആദ്യം ചികിത്സിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇഷ്ടപ്രകാരം സംസാരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിമീങ്ങൾക്ക് ആ വാക്കുമതി. അബാൻ ഇബ്നു ഉസ്മാൻ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയിട്ടുണ്ട്. ഒരാളിങ്ങനെ നോക്കി നിൽക്കണം ആ കയ്യ്. ആ നോട്ടത്തിന്റെ അർത്ഥം, ഇത്ര വലിയ പ്രാർത്ഥനയാണെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങളുടെ കൈക്ക് ഇത് ബാധിച്ചു? ഫജഅല الرجل الذي سمع منه الحديث ينظر إليه, ഒരാളിങ്ങനെ നോക്കി നിൽക്കുന്നു. ഫഖാല ലഹു, അദ്ദേഹത്തോട് അബാൻ ഇബ്നു ഉസ്മാന്റെ ചോദ്യം, മാലക്, നിനക്കെന്തു പറ്റി? തൻദുറു ഇലയ്യ, നീ എന്നിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണല്ലോ.
ആ നോട്ടം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഫവല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, മാ കദബ്തു അലാ ഉസ്മാൻ, എന്റെ ഉപ്പയുടെ പേരിൽ ഞാൻ കളവ് പറയുകയില്ല. വലാ കദബ ഉസ്മാൻ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയുകയില്ല. വലാകിന്നൽ യൗമല്ലദീ അസ്വാബനി ഫീ, ഇതെനിക്ക് ബാധിച്ച ആ ദിവസം, അന്ന് ഞാൻ നല്ല ദേഷ്യത്തിലായിരുന്നു, അന്ന് ഞാൻ ഗളബാനായിരുന്നു, നല്ല കോപത്തിലായിരുന്നു. ഫനസീതു അൻ അഖൂലഹാ, ഞാൻ ആ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ മറന്നു. ഞാൻ ഏത് ദിവസത്തിലാണോ ഈ ദിക്റ് മറന്നത്, ആ ദിവസത്തിലാണ് ഈ പ്രയാസം എനിക്ക് ബാധിച്ചത്. ഇത് നമ്മൾ എഴുതിയെടുത്ത് പഠിക്കണം, നമ്മൾ എഴുതിയെടുത്ത് ഹിഫ്ളാക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും, നമ്മൾ യാത്രയിലാകട്ടെ എവിടെയാകട്ടെ, പ്രഭാതമായി കഴിഞ്ഞാൽ 3 തവണ നമ്മുടെ നാവിൽ നിന്ന് ഈ പ്രാർത്ഥന നമ്മൾ മന്ത്രിക്കണം. അതുപോലെ തന്നെ ആയത്തുൽ കുർസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന്ന മൻ ഖറഅഹാ, ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ, ഇൻദൻ നൗം, ഉറങ്ങുന്നതിന് മുമ്പ്, ലാ യസാലു അലൈഹി മിനല്ലാഹി ഹാഫിദ്, അല്ലാഹുവിൽ നിന്നുള്ള സംരക്ഷണം അവനുണ്ട്. അല്ലാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ആയത്തുൽ കുർസി നമ്മൾ പഠിപ്പിക്കണം കുട്ടികളെ. ചില ഉപ്പാരൊക്കെ വളരെ കൗതുകം കൂടാറുണ്ട് മക്കൾ പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ. പുതിയ സിനിമാ പാട്ട് മോന് പാടുമ്പോൾ ഉമ്മ കേൾപ്പിച്ചു കൊടുക്കാണ്. കണ്ടോ, എൻ്റെ മോള് പാട്ട് പാടുന്നത് കണ്ടില്ലേ, എൻ്റെ മോന് പാട്ട് പാടുന്നത് കണ്ടില്ലേ. പുതിയ സിനിമാ ഡയലോഗുകൾ അവർ പറയുമ്പോൾ ഇവർ ഭയങ്കര പുളകിതരാവാൻ. അവർ ചെറുപ്പത്തിൽ കാണുന്നതും കേൾക്കുന്നതും അതാണ് നാവിലൂടെ വരിക. അവരെന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, അതാണ് നാവിലൂടെ, മക്കളുടെ നാവിലൂടെ വരിക. നമ്മുടെ മക്കളുടെ നാവിൽ നിന്ന് ആയത്തുൽ കുർസി വരും. ഉറങ്ങുന്ന മുന്നേ ഒരാളും പറയാതെ അവരെഴുന്നേറ്റ് ആയത്തുൽ കുർസി പാരായണം ചെയ്യും. ഉമ്മ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത് കേട്ടാൽ, ഉപ്പ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത് കേട്ടാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉപ്പയുടെ ചുണ്ടിൽ നിന്ന്, ഉമ്മയുടെ ചുണ്ടിൽ നിന്ന് അദ്കാറുകൾ ഉരുവിടുന്നത് കേട്ടാൽ, മക്കൾ ആരും പറയണ്ട, അവര് അദ്കാറുകൾ അവരുരുവിടും. നമ്മളിത് ശീലമാക്കണം. കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കണം. മന്ത്രം ഇസ്ലാമിലുണ്ട്. മന്ത്രവാദത്തെ എതിർത്ത് മന്ത്രം പോയി. ഇസ്ലാമിൽ മന്ത്രമുണ്ട്, മന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ പേരക്കുട്ടികളാണ്. ആ പേരക്കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ രണ്ടുപേർക്കും മന്ത്രിച്ചു കൊടുത്ത മന്ത്രമാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹുവേ, ശൈത്താന്റെ പ്രയാസങ്ങളിൽ നിന്ന്, എൻ്റെ മക്കൾക്ക് ശൈത്താന്റെ പ്രയാസങ്ങളെ തൊട്ട്, വിഷജീവികളുടെ പ്രയാസങ്ങളിൽ നിന്ന്, കണ്ണേറിന്റെ പ്രയാസങ്ങളിൽ നിന്ന്, അല്ലാഹുവേ എൻ്റെ മക്കളെ അവരെ സംരക്ഷിക്കണേ എന്ന് ഹസനും ഹുസൈനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബാകുമാ കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈല വ ഇസ്ഹാഖ്. നിങ്ങളുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് മന്ത്രിച്ച മന്ത്രമാണിത്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന് മന്ത്രിച്ച മന്ത്രമാണിത്. നമ്മൾ ആകെ മന്ത്രിക്കൽ എപ്പോഴാണെന്നറിയ, കുട്ടി ഇങ്ങനെ കരയുന്നു, എന്തു നോക്കിയിട്ടും കരച്ചിന് നിൽക്കുന്നില്ല, എന്നാ ഇനിയൊന്നും മന്ത്രിച്ചു നോക്കി. കുട്ടി കരയുമ്പോൾ, കുട്ടി പ്രയാസപ്പെടും, അപ്പോഴും മാത്രമല്ല, രാത്രി മക്കൾ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് മന്ത്രിക്കണം. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കൊടുക്കണം. മുഅവ്വിറത്താൻ പാരായണം ചെയ്യണം. ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. നമ്മൾ മന്ത്രിക്കണം. ഇത് നമ്മളുടെ ഒരു ശീലമാക്കി നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഭൗതികമായ സബബുകൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഇത്തരം പ്രാർത്ഥനകൾ. അത് പഠിക്കുക, അത് എഴുതിയെടുക്കുക, കുടുംബത്തെ പഠിപ്പിക്കുക, നമ്മുടെ ശീലമാക്കി മാറ്റുക.
അള്ളാഹു എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.